എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിശദാംശങ്ങളടങ്ങിയ ലിങ്കുകൾ സേവന പോർട്ടലിൽ ലഭ്യമായിട്ടുണ്ട്. ഇവ നമുക്ക് പരിശോധിക്കാം. അതിനോടൊപ്പം തുടർന്ന് തുക ലഭിക്കുന്നതെപ്പോൾ, കൂടാതെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. പെൻഷൻ സംബന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും തുടർന്നും ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള സേവന പോർട്ടൽ ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് സ്ത്രീ സുരക്ഷാ തിരച്ചിൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന പേജിൽ സുരക്ഷാ ID, സ്ത്രീ സുരക്ഷാ ID എങ്ങനെ കണ്ടെത്താമെന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒന്നുകിൽ ആ സ്ത്രീ സുരക്ഷാ ID കൊടുക്കാം, അല്ലെങ്കിൽ ആധാർ നമ്പർ, അതുമല്ലെങ്കിൽ K-സ്മാർട്ട് ഫയൽ നമ്പർ. ഇതിലേതെങ്കിലും ഒന്നിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തിട്ട് താഴെ ഞാനിവിടെ ആധാർ റൗണ്ട് എനേബിൾ ചെയ്തിട്ട് സ്ത്രീ സുരക്ഷയ്ക്ക് അപേക്ഷിച്ച അപേക്ഷകയുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച നമ്പറുകളും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തിരയുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് അപേക്ഷകയുടെ അടിസ്ഥാന വിവരങ്ങൾ അറിയാം. ജില്ല, ലോക്കൽ ബോഡി, സ്ത്രീ സുരക്ഷാ ID ഇവിടെ വന്നിട്ടുണ്ട്. പെൻഷനറുടെ പേര്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടാതെ പൊതുവായ വിവരങ്ങളിൽ പ്രതിമാസ പെൻഷൻ തുക 1000 രൂപ കൊടുത്തിട്ടുണ്ട്. പെൻഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഫയൽ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സമർപ്പിച്ചിട്ടില്ല. അതായത് ഇനി വരും വർഷങ്ങളിൽ മാർച്ച് 31-നകം മറ്റ് ക്ഷേമ പെൻഷനുകൾക്കൊപ്പം ഇതിൻ്റെയും മസ്റ്ററിംഗ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ബാധകമല്ല. ഇനി വിതരണം തുടങ്ങിയ മാസം ഫെബ്രുവരി 2026. ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ്, ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും വിവരങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും ഈ ഗുണഭോക്താവിന് ഇതുവരെ പെൻഷൻ തുക അക്കൗണ്ടിൽ വന്നിട്ടില്ല. വളരെ അധികം താമസിയാതെ തന്നെ തുക അക്കൗണ്ടിൽ എത്തിച്ചേരും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കാലമായി സേവന പോർട്ടലിൻ്റെ അപ്ഡേഷനൊക്കെ നടക്കുന്നത് കൊണ്ടും ലോക്കൽ ബോഡികളിൽ സ്ത്രീ സുരക്ഷാ സംബന്ധമായ ഫയൽ നീക്കങ്ങളൊന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇനി 2 ദിവസത്തിന് ഇന്നോ നാളെയോ ഒക്കെ അത് സ്റ്റാർട്ടാകത്തേ ഉള്ളൂ. തുടർന്ന് ഇത്തരത്തിൽ അപ്രൂവ് ആയിരിക്കുന്നവർക്കൊക്കെ അധികം താമസിയാതെ പെൻഷൻ എത്തിക്കൊള്ളും, അക്കൗണ്ടിലേക്ക് വന്ന് ചേർന്നുകൊള്ളും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. DBT സിസ്റ്റം വഴി അയച്ചു തരികയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇവിടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. താഴെ പ്രതിമാസ പെൻഷൻ തുക 1000 വന്നിട്ടുണ്ട്. പെൻഷൻ സ്റ്റാറ്റസിൻ്റെ ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്. ഫയൽ സ്റ്റാറ്റസ് പെൻഡിങ് ഇൻ ലോക്കൽ ബോഡി എന്നാണ് കാണിക്കുന്നത്. മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സമർപ്പിച്ചില്ല എന്ന് വന്നിട്ടുണ്ട്. വിതരണം തുടങ്ങിയ മാസവും കാണിച്ചിട്ടില്ല. ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ്, ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് കാണിക്കുന്നത്. ഈ അപേക്ഷയിൽ എന്തോ പ്രശ്നമുള്ളതായിട്ടാണ് കാണുന്നത്. അവർ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുക. റിട്ടേൺ ടു സിറ്റിസൺ വന്നിട്ടുണ്ടെങ്കിൽ റീസബ്മിറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. അതല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ അന്വേഷിച്ച് വിവരങ്ങൾ അറിയുകയും ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം അവിടെ സ്ത്രീ സുരക്ഷ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സ്ഥിതി വിവര കണക്കുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും ടോട്ടൽ എത്ര അപേക്ഷ വന്നു, SJD പെൻഡിങ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് SJD പെൻഡിങ് എത്രയുണ്ട്, ഓപ്പറേറ്റർ പെൻഡിങ്, വെരിഫൈഡ് ആയിട്ടുള്ള പെൻഷൻ അപേക്ഷകർ എത്രയാണ്, അപ്രൂവൽ പെൻഡിങ് അങ്ങനെയുള്ളത് എത്രയുണ്ട്, കൂടാതെ അപ്രൂവ്ഡ്, റിജക്റ്റഡ്, റിട്ടേൺഡ് തുടങ്ങിയവയൊക്കെ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വീണ്ടും ഹോം പേജിൽ വന്നാൽ അവിടെ ഒരു ലിങ്ക് കൂടിയുണ്ട്. സ്ത്രീ സുരക്ഷ DBT എന്നുള്ള ലിങ്കുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർഷവും DBT റഫറൻസ് നമ്പർ അവിടെ ഓട്ടോമാറ്റിക് വരും. അതും കൊടുത്ത് ജനറേറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഡിസ്ബേഴ്സ് ചെയ്ത, വിതരണം ചെയ്ത തുക എത്രയാണെന്നും എത്രണ്ണം ഫെയിലായിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിശദമായിട്ടുള്ള കണക്കുകൾ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നു. അതുപോലെ K-സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് മൈ ആപ്ലിക്കേഷൻ എടുത്ത് സ്ത്രീ സുരക്ഷാ സ്കീം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ അവിടെ ലഭ്യമാകും. അവിടെ നിന്നും ഓരോ അപേക്ഷയുടെയും ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അക്കൗണ്ട് നമ്പർ ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ലേറ്റസ്റ്റായിട്ട് അറിയാൻ സാധിച്ചത് ഇതിൻ്റെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമായും അറിയുവാൻ സാധിച്ചത് അപ്രൂവലായ അപേക്ഷകനോ ലോക്കൽ ബോഡിയിലോ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. പക്ഷേ ധാരാളം പേർ അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോയി എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് K-സ്മാർട്ടിൽ
അന്വേഷിച്ചപ്പോൾ അവർ തന്നൊരു മറുപടി അത് ഞാൻ വായിക്കാം. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം അപ്രൂവൽ ആയവരുടെ അക്കൗണ്ട് വിവരങ്ങൾ തിരുത്തൽ വരുത്തുന്നതിന് ലോക്കൽ ബോഡികളിൽ നിന്നും സിറ്റിസൺ സൈഡിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തിരുത്തൽ വരുത്തുവാൻ സേവനയിൽ പ്രൊവിഷൻ ഇല്ല. ഏതൊക്കെ ഫീൽഡുകളിൽ തിരുത്തൽ ലഭ്യമാക്കണം എന്നതിനെപ്പറ്റിയും തിരുത്തൽ മാനദണ്ഡങ്ങളെപ്പറ്റിയും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തീരുമാനം ലഭിക്കുന്ന മുറയ്ക്ക് സോഫ്റ്റ്വെയറിൽ പ്രൊവിഷൻ ലഭ്യമാക്കുന്നതാണ്. അധികം താമസിയാതെ തന്നെ ഈ ഒരു ഓപ്ഷൻ ലഭ്യമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സേവന പോർട്ടലിൽ ഇതുവരെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണുന്നില്ല. എഡിറ്റ് ഓപ്ഷൻ സേവന പോർട്ടലിലോ കേസ്മാർട്ടിലോ എഡിറ്റ് ഓപ്ഷൻ വരുന്ന മുറയ്ക്ക് അതിനെപ്പറ്റി വിശദമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.